അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയിൽ ത്യാഗത്തിൻ്റെ യജ്ഞമുള്ളൊരു ചരിത്രകഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. എൻ്റെ കഥയുടെ പേര് കറുത്ത മുത്ത്. കൂട്ടുകാരെ, പണ്ട് വളരെ പണ്ട് മനുഷ്യൻ മൃഗങ്ങളൊപ്പം ചന്തയിൽ വിൽക്കപ്പെട്ടിരുന്നു. അറേബ്യയിലെ അടിമച്ചന്തയിൽ നിന്നും യജമാനൻ ഒരടിമയെ വിലക്കുവാൻ. കറുത്ത് മെലിഞ്ഞൊരു മനുഷ്യൻ, തടിച്ച ചുണ്ടുകൾ, നേരിയ താടിരോമങ്ങൾ, ചുരുണ്ട തലമുടി. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അയാൾ ഒരു എത്യോപ്യൻകാരനാണെന്ന് തോന്നും. ആ മണൽക്കാട്ടിൽ തീ തുപ്പുന്ന വെയിലിൽ യജമാനന്റെ ഒട്ടകങ്ങൾ മേക്കാൻ അയാൾ നിയോഗിതനായി. കാലത്തിന്റെ കൈക്കൊമ്പിളിൽ പൗർണിമ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉദയം ചെയ്ത കാലമായിരുന്നത്. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വെച്ച ആ കറുത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ പൗർണിമ പോലെ ഒരു ഹൃദയമുണ്ടായിരുന്നു. കാലത്തിന്റെ കൈക്കൊമ്പുകളിൽ പൗർണിമ പോലെ ആ ഹൃദയം അത് ഉൾക്കൊണ്ടു. എന്നാൽ അതിക്രൂരനും ഇസ്ലാമിന്റെ ബദ്ധശത്രുവുമായ അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യത്തിന് അത് സഹിച്ചില്ല. ഈ കറുത്ത മനുഷ്യനെ ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ അടിച്ചു വീഴ്ത്തി ഉടയാടങ്ങൾ അയച്ചു മാറ്റി നഗ്നനായവന്റെ മാടിരത്തിൽ കൂറ്റൻ പാറകൾ കയറ്റി വെച്ചു. അതിന്റെ മുകളിൽ നിന്ന് അവൻ ആക്രോശിച്ചു, ഹഠധിക്കാരി, നന്ദി കെട്ടവനെ, എന്റെ ഉപ്പും ചോറും തിന്നവനെ, എന്റെ സമ്മതമില്ലാതെ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നുവല്ലടാ. ആ മതം വലിച്ചെറിഞ്ഞില്ലെങ്കിൽ നിന്റെ ചെഞ്ചോര കൊണ്ട് എന്റെ കുലദൈവങ്ങളുടെ നാമം കുറിച്ചിടും. കൂട്ടുകാരെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ ആ മനുഷ്യന്റെ പേര് പറഞ്ഞില്ലല്ലേ. വേദനകളും യാതനകളും കടിച്ചിറക്കിയ അനേഗ്രോടിമയാണ് ഇസ്ലാമിന്റെ പൂങ്കുയിൽ എന്ന് ചരിത്രത്തിൽ കുറിച്ചിട്ട കറുത്ത മുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. ഈ വേദിയിൽ ഈ ത്യാഗത്തിന്റെ വീര്യം ഈ സദസ്സിനെ പകർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.